ഈ പ്ലെയിൻ പറപ്പിക്കുന്ന ആഗ്രഹത്തിൽ നിന്നും എങ്ങനെയാണ് ഈ CA പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടത്? ഞാനെൻ്റെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ശരി നമ്മളൊന്ന് ജോലിക്ക് പോകണം, റിസൾട്ട് വരട്ടെ എന്ന്. ബിഗ് ഫോറിൽ നിന്ന് എന്ത് പഠിക്കാം, അതേപോലെ ബിഗ് ഫോറിന് ചെറിയ കമ്പനികളിൽ നിന്ന് എന്ത് പഠിക്കാം, ഇതിനെക്കുറിച്ച് സർവജിത്ത് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. അവിടെയൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഈ ഫാമിലി ബിസിനസ്സാണ് മോസ്റ്റ്ലി. ഈ സ്മോൾ മീഡിയം പ്രാക്ടീഷണേഴ്സ് നോക്കിയാൽ മോസ്റ്റ്ലി ഞങ്ങളൊക്കെ ഈ ഫാമിലി ടൈപ്പ് ഓഫ് ബിസിനസ്, ഫാമിലി ബിസിനസ് അങ്ങനെയാണ് നമ്മൾ മെജോറിറ്റി ഓഫ് ദ ക്ലയൻറ്റ് ഉണ്ടാവും. സോ ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെ ചെയ്യാം സാർ, ഇങ്ങനെയാണ് ടാക്സ് വരും, ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാവും സാർ. ദേ ട്രസ്റ്റ് അസ്. എനിക്ക് എന്നെ വിളിക്കുന്നത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എനിത്തിങ് റെസ്പെക്ട് ടു കമ്പനി ലോ. അപ്പോൾ സോഷ്യൽ പേഴ്സൺ ആയാൽ നിങ്ങൾ കുറച്ച് യു ഹാവ് ടു ഹാവ് യുവർ ഓൺ ഫ്രീ ടൈം ഫോർ ഓൾ ദീസ് തിങ്സ്. CA അറ്റംപ്റ്റ് ചെയ്യും, പരീക്ഷ എഴുതും, പാസ്സാവുന്ന ഒരാൾക്കാർ, ഫെയിലാവുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും എഴുതും. ചിലർ സക്സസ്ഫുൾ ആവും, ചിലർ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫെയിലാവുന്ന കുട്ടികൾക്ക് എന്ത് അഡ്വൈസാണ് സർജിത് കൃഷ്ണൻ കൊടുക്കുക? ഇപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വന്നു കഴിഞ്ഞു, പിന്നെ വന്നിട്ട് ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് കേസ് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്ത 5 കൊല്ലത്തിൽ നോക്കിയാൽ ABCD ആണ് ഞാൻ പറയും. ABCD എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചത് വളർന്നത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ബോൺ ബോട്ടപ്പ് ആൻഡ് സ്പോയിൽഡ് അറ്റ് കോയമ്പത്തൂർ കംപ്ലീറ്റ്ലി. നമസ്കാരം. കോഫി വിത്ത് CAയിലേക്ക് ഞാൻ ആദ്യമായി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ KP നാരായണൻ. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു പകുതി കേരളീയനും പകുതി തമിഴ്നാട്ടുകാരനുമായ ഒരു യുവ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. പേര് സർവജിത് കൃഷ്ണൻ. ഓഡിറ്റിംഗ്, ബിസിനസ് അനാലിസിസ് എന്നീ മേഖലകളിൽ വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. നമുക്ക് ഇദ്ദേഹത്തെ ഇന്ന് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർജിത് കൃഷ്ണൻ. നമസ്കാരം സാർ. കോഫി വിത്ത് CAയിലേക്ക് ഞാൻ താങ്കളെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചെറുപ്പകാലത്ത് ഈ പ്ലെയിൻ പറപ്പിക്കലിലായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഈ പ്ലെയിൻ പറപ്പിക്കുന്ന ആഗ്രഹത്തിൽ നിന്നും എങ്ങനെയാണ് ഈ CA പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടത്? സോ എന്താന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കിയാൽ എനിക്ക് ചെരുപ്പ് തൊട്ട് എനിക്ക് പൈലറ്റ് ആണാണ് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലൈഫ് ഹാസ് ഇസ് ഓൺ ടേൺസ്. അപ്പോൾ ഞാൻ 11th വന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പ്ലേഫുള്ളാണ് സ്കൂളിലൊക്കെ. അപ്പോൾ എൻ്റെ ടീച്ചർ പറഞ്ഞു ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഫിസിക്സ് കെമിസ്ട്രി ഗ്രൂപ്പ്, അപ്പോൾ അവൻ കോമേഴ്സ് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു CA ചെയ്യ്, നല്ല സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ബട്ട് ആ ഡിസിഷൻ ഒരു നല്ല ഡിസിഷനാണ്. ഐ ഡോണ്ട് റിപ്പണ്ട് ഫോർ ഇറ്റ് ടുഡേ ബിക്കോസ് പൈലറ്റിൻ്റെ അറ്റ്മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ടർബുലൻസിൻ്റെ കൂടെ ആ ഫ്ലൈറ്റ് ഒന്ന് പറപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബിസിനസ്സിലുള്ള ടർബുലൻസ് ഞാൻ ചെയ്യുന്നുണ്ട് CA ആയിട്ട്. അപ്പോൾ എന്താ അവിടെ കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ, കോക്പിറ്റിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നത് പകരം ഞാനിവിടെ ബുക്സിലെ കൺട്രോൾ എങ്ങനെയാണ് ചെയ്യണം അതൊക്കെ എങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ബിസിനസ് വന്നിട്ട് ഒരു നല്ല ഒരു പാത്തിൽ കൊണ്ടുപോയിട്ട് സോ ഗിവിങ് സംതിങ് ടു ദ ബിസിനസ് വേൾഡ്. സോ രണ്ടും ഒരുമിച്ചാണ്, പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദി അതർ വേ അറൗണ്ട് ഞാൻ ഇങ്ങനെ ഒരു CA ആയിട്ട് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പൈലറ്റിൽ നിന്നും CA പ്രൊഫഷനിലേക്ക് എത്തി. ഇപ്പോൾ CA പ്രൊഫഷണലിൽ വന്നതിന് ശേഷം ഈ ബിഗ് ഫോറിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ശരി നമ്മളൊന്ന് ജോലിക്ക് പോകണം, റിസൾട്ട് വരട്ടെ എന്ന്. റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഫൈനൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ് മീ റൈറ്റ് ഇറ്റ് വൺസ് മോർ ബിക്കോസ് ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഫൈനൽ 1 month ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം 1 മാസം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അപ്പോൾ ബിഗ് ഫോറിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ രണ്ടാമത്തെ അറ്റംപ്റ്റ് എഴുതിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അവിടെ ബിഗ് ഫോറിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ബിഗ് ഫോറിൽ കയറി. പിന്നെ ഒരു 6 കൊല്ലം അവിടെ നന്നായിട്ട് പോയി. ആൻഡ് CA എക്സാം വാസ് ഓൾസോ ഗോയിങ് പാരലലി. സോ അങ്ങനെ ബിഗ് ഫോറിൽ കയറി. ഇപ്പോൾ ബിഗ് ഫോറിൽ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ബിഗ് ഫോറിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാർക്കത് സാഫല്യമാവുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയ ഫേംസിനെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മേഖല തന്നെയാണ് ചെറിയ ഫേംസൊക്കെ. അപ്പോൾ സർവജിത്തിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഫോറിലും പണിയെടുത്തിട്ടുണ്ട്, ചെറിയ കമ്പനികളിലും പണിയെടുത്തിട്ടുണ്ട്. ഇതിലൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കമ്പനികൾക്ക് ബിഗ് ഫോറിൽ നിന്ന് എന്ത് പഠിക്കാം, അതേപോലെ ബിഗ് ഫോറിന് ചെറിയ കമ്പനികളിൽ നിന്ന് എന്ത് പഠിക്കാം, ഇതിനെക്കുറിച്ച് സർവജിത്ത് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നല്ലൊരു ചോദ്യമാണ്. എന്താന്ന് വെച്ചാൽ എല്ലാവരും ആ ബിഗ് ഫോർ നോക്കുന്നത് ബിഗ് ഫോർ ജൈൻസ്,
സ്മോൾ ഫേമിൽ നിറയെ ഉണ്ട് ബാക്ക്ലോഗ്. ബിഗ് ഫോറിന് അത്ര വരണം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ CA പ്രൊഫഷണൽ നോക്കിയാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ബിൽഡിംഗ് ഇന്ത്യൻ ബിഗ് ഫോർസ് അല്ലേ. സോ ഇന്ന് നോക്കിയാൽ ലോട്ട് ഓഫ് മിഡ് സൈസ് ഫേംസ് ആർ കമ്മിങ് ടുഗെദർ ഇൻ അലയൻസ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ പക്ഷേ ഇതിൽ എന്താന്ന് നോക്കിയാൽ ബോത്ത് ഓഫ് ദം ഹാവ് മ്യൂച്വൽ ലേണിംഗ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ഫോറിൽ നോക്കിയാൽ ബിഗ് ഫോറിന് ആ ഡോക്യുമെൻറ്റേഷൻ്റെ സ്റ്റൈൽ, ദ വേ ഓഫ് അപ്രോച്ചിങ്, എങ്ങനെയാണ് ഒരു ഓഡിറ്റ് ചെയ്യേണ്ടത്, ഒരു പ്രൊസീജിയർ ആസ്പെക്ട്, ആ റിപ്പോർട്ടിംഗ് ആസ്പെക്ട്, സ്റ്റൈൽ, ഒരു ലേണിങ്സ്, ട്രെയിനിങ്സ്, അതൊക്കെ പഠിക്കാനുണ്ട് മീഡിയം സൈസ് ഫേംസ് ഫ്രം എ ബിഗ് ഫോർ. പക്ഷേ ഒരു സ്മോൾ സൈസ്ഡ് ഒരു റീജിയണൽ സൈസ് ഫേംസിൽ ഞാൻ എന്താ മനസ്സിലായിട്ടുണ്ട്, എനിക്ക് ഈ കൊല്ലം 6 കൊല്ലമായിട്ട് ഞാൻ പ്രാക്ടീസിൽ വന്നിട്ട്. അപ്പോൾ എന്താ മനസ്സിലായി എന്ന് വെച്ചാൽ ഈ സ്മോൾ സൈസ് ഫേമിൽ ക്ലയൻറ്റ് ഉണ്ടല്ലേ, ക്ലയൻറ്റ് വന്നിട്ട് നമ്മളൊരു ഫാമിലി മെമ്പറിൻ്റെ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ അമ്മയോ അച്ഛനോ മോളോ ഏത് കല്യാണം ആയാലും ശരി, ഒരു ഫംഗ്ഷൻ ആയാലും നിറയെ പേഴ്സണൽ ടച്ച് ഉണ്ടാവും. അവരുടെ വീട്ടിൽ ഒരു കാർ വാങ്ങിയാലും നമ്മുടെ അടുത്ത് ചോദിച്ച് ഇത് ഇങ്ങനെ മേടിക്കാമോ, എങ്ങനെയാ ലോൺ, ആ പേഴ്സണൽ ടച്ച്. അപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മുടെ അടുത്ത് അവർ ഡിസ്കസ് ചെയ്യും. ആ പേഴ്സണൽ ടച്ച് ഉണ്ടല്ലേ ആ ഫാമിലിയോടെ. ഈവൻ അവരുടെ വീട്ടിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അവർ നമ്മളെ മൊത്തം വിളിക്കില്ല, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരെയും വിളിക്കും. സോ ഇറ്റ് ഇസ് മോർ ഓഫ് എ പേഴ്സണൽ ടച്ച് ബോണ്ടിങ്. പക്ഷെ ബിഗ് ഫോറിൽ അത് ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് ഗോസ് വിത്ത് എ വെരി വെരി പ്രൊഫഷണൽ അപ്രോച്ച്. ക്ലയൻറ്റ് മാനേജ്മെന്റ്, ഐ എം സർവീസ് പ്രൊവൈഡിങ്, ദറ്റ്സ് ഓൾ, ഇറ്റ്സ് ഡൺ. സോ അങ്ങനെയാണ് ഒരു ബാക്ക് ഉണ്ട്. സോ ആ പേഴ്സണൽ ടച്ച് എന്ന് പറയുന്നത് ആ ബിഗ് ഫോറിൽ ഉണ്ടാവില്ല. പക്ഷെ ആ സ്മോൾ ഫേമിൽ വന്നിട്ട് ആ പേഴ്സണൽ ടച്ച് ഒക്കെ ഉണ്ട്. അത് ബിഗ് ഫോറിൽ നിന്ന് നമ്മൾ ബിഗ് ഫോർ ഹാസ് ടു ലേൺ ഫ്രം ദി റീജിയണൽ ഫേംസ്. പക്ഷേ റീജിയണൽ ഫേംസ് നോക്കിയപ്പോൾ ടുഡേ സ്കേലബിലിറ്റി ഈസ് ദെയർ, ബിക്കോസ് എവറി ഫേം ഇസ് സ്കെയിലിംഗ് നൗ. അപ്പോൾ അവിടെ നിന്ന് ആ ഡോക്യുമെന്റേഷൻ ആയോട്ടെ, ഓർ ഈവൻ ദി എന്താ പറയുക, ഈ ലേണിങ്സ്, ട്രെയിനിങ്സ്, അതൊക്കെ ഇന്ന് ദേ ആർ സ്ലോലി ഇംപ്ലിമെന്റിങ് ദീസ് തിങ്സ്. ഈ പേഴ്സണൽ ടച്ച് ഈ ഈ ബിസിനസ്സിൽ മാത്രം, ഈ പ്രാക്ടീസിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും അത് അപ്ലിക്കബിൾ ആണ്. ആപ്ലിക്കബിൾ. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സർവജിത്ത് ഓഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ കംപ്ലയൻസ് പാർട്ടിലോ അതിലൊക്കെ, അല്ലെങ്കിൽ ബിസിനസ് അനാലിസിസ്, ഇതിലൊക്കെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ് സർവജിത്ത് കൃഷ്ണൻ. പക്ഷേ ഈ ചെറിയ ഓർഗനൈസേഷൻസ് അവരുടെ അക്കൗണ്ട്സും ബിസിനസ്സും മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഈ ഓഡിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അഷുറൻസിനെ കുറിച്ചോ അനലിറ്റിക്സിനെ കുറിച്ചോ ഒക്കെ അവർ ബോധവാന്മാരാണോ? അത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബിസിനസിന്റെ ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം, ഇപ്പൊ ഞാൻ വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. അവിടെ ഒക്കെ നോക്കിയാൽ ഇപ്പോൾ ഈ ഫാമിലി ബിസിനസ് ആണ് മോസ്റ്റ്ലി. ഈ സ്മോൾ മീഡിയം പ്രാക്ടീഷണേഴ്സ് നോക്കിയാൽ മോസ്റ്റ്ലി ഞങ്ങളൊക്കെ ഈ ഫാമിലി ടൈപ്പ് ഓഫ് ബിസിനസ്, ഫാമിലി ബിസിനസ് അങ്ങനെയാണ് നമ്മൾ മെജോറിറ്റി ഓഫ് ദ ക്ലയൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ബിസിനസ് ഒക്കെ ഇപ്പോൾ നോക്കിയാൽ അടുത്ത ജനറേഷൻ ആണ് ഇപ്പോൾ ബിസിനസ്ക്കുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജനറേഷൻ വന്നപ്പോൾ ദേ വാണ്ട് എക്സ്പാൻഷൻ. അപ്പോൾ ഈ എക്സ്പാൻഷൻ പോകുന്ന സമയത്ത് എങ്ങനെയാ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ഓഡിറ്റ് ഫേമിൽ എടുത്ത ഒരു സീനിയർ പാർട്ട്ണർ ഉണ്ടാവും, നമ്മുടെ ജൂനിയർ പാർട്ട്ണർ ഞാനുണ്ടാവും. അപ്പോൾ സീനിയർ പാർട്ട്ണറിന് ഇതുവരെ എന്താ നടന്നിട്ടുണ്ട് അവരുടെ കമ്പനിയിലൊക്കെ പറയും. സോ ഹിസ്റ്ററി ഹി നോസ്. നമ്മുടെ അടുത്ത് ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാ, എന്താ പ്ലാൻ ചെയ്യാ, എങ്ങനെയാണ് കൊണ്ടുവരണം. അപ്പോൾ അവർ വന്നിട്ട് ഇതെങ്ങനെ അനലൈസ് ചെയ്തിട്ട്, സോ ഇങ്ങനെ നമ്മൾ ഒരു സൊല്യൂഷൻ തരുന്നപ്പോൾ അവർ ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ് ബിസിനസ്സിൽ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും, ഒരുപാട് ചോദ്യം ചോദിക്കും. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് സാർ ഞങ്ങൾ ഈ എക്സ്പാൻഷൻ പോകുന്നുണ്ട്, ഇതിൽ ഇൻവെസ്റ്റർ വേണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സോ ഇങ്ങനെയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ലിങ്ക്ഡിനിലും ന്യൂസിലും ഒക്കെ ഇപ്പോൾ ഒരുപാട് ഈ ന്യൂസസ് ഒക്കെ വരുന്നത് അവർ പഠിച്ചോണ്ട് അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പറയും, ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ബിസിനസ്സിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് എന്താന്ന് വെച്ചാൽ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെൻ അഡ്വൈസറി അങ്ങനെ വരുന്നപ്പോൾ നമ്മൾ വി ഹാവ് ടു സ്റ്റെപ്പ് ഇൻ ടു ദെയർ ഷൂസ് ആൻഡ് ഗിവ് ദം മോർ ഓഫ് എ സൊല്യൂഷൻ. ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. അഡ്വൈസറി എന്ന് വരുന്ന സമയത്ത് ഓഡിറ്റ് എന്ന് വെച്ചാൽ അത് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ആണ്. പക്ഷെ അഡ്വൈസറി എന്ന് വന്നാൽ യു ആർ ദ ബിസിനസ് ഓണർ. സോ ഹൗ ഡു യു വാണ്ട് യുവർ ബിസിനസ് ടു, അങ്ങനെ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. ഈ സർവജിത്ത് ഇപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച്, സർവജിത്ത് ഇപ്പോൾ സൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒത്തിരി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അധികമായിട്ട് ഇപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നത് AI കുറിച്ചും ഓട്ടോമേഷനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലയൻസ് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് അഡ്വൈസറി നമ്മളോട് ചോദിക്കുമ്പോൾ, ഈ AI കുറിച്ചോ ഓട്ടോമേഷനെ കുറിച്ചോ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സർവജിത്ത് സംസാരിക്കാറുണ്ടോ അവരുടെ അടുത്ത്? ഉണ്ട്.
ഇപ്പോൾ നമ്മുടെ അടുത്ത് മല മാനുഫാക്ചറിങ് കൺസേൺസ് ഉണ്ട്. അപ്പോൾ അവരപ്പോൾ വരുമ്പോൾ നമ്മൾ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ബ്ലോക്ക് ചെയിൻ, ക്ലൗഡ്, ഡേറ്റ മാനേജ്മെൻറ്റ്, ഡേറ്റ സെർവർ, ERP, ഇങ്ങനെയൊക്കെ നമ്മൾ നിറയെ അവരുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അവർ ചോദിക്കും ട്രഡീഷണലായിട്ടുള്ള ബുക്ക് കീപ്പിങ്ങും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, ഇതായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ബിസിനസ്സിന് എങ്ങനെയാണ് ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്താണ് വരും. അപ്പോൾ വി മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. ഇത് വന്നിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇത് ഇന്ന് ചെയ്തിട്ട് നാളെ വരുന്ന കാര്യമല്ല. ഇത് ഒരു കൊല്ലം ഇല്ലെങ്കിൽ 1.5 കൊല്ലം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. യു ഹാവ് ടു ഏൺ ദ ഫ്രൂട്ട്. ഇറ്റ് ഈസ് ലിറ്ററലി ലൈക്ക് നമ്മൾ ഈ ബാംബൂ ട്രീ പറയുമല്ലേ, ബാംബൂ ട്രീ നോക്കിയാൽ the first 8 months the bamboo tree will not go straight. It goes by the side, but after that it only goes straight. Correct. So that's how a business is, and nothing is possible on the very next day, but it will take some time. But for them to realize that fruit is there, once you start അവരുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചേഞ്ച് ആയി, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നപ്പോൾ അത് വെൻ വി ഷോ വിത്ത് സം ലൈവ് എക്സാംസ് എവിടെ നമ്മൾ ചെയ്തത്, അവരത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ AI ഒക്കെ നമുക്ക് ഇന്ന് എല്ലാ ബിസിനസ്സിലും AI ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഞാൻ ഒന്ന് പറയും എല്ലാവരുടെ അടുത്തും, ദേവൻ ദേശാബോ AI ചെയ്താൽ ഞങ്ങളൊന്നും ഡിസിഷൻ എടുക്കണ്ടേ, AI ഡിസിഷൻ എടുത്തോളൂ. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. When some decision has to be going as per your conscience, human intelligence always stands higher. Correct. AI can be a support for your ശരിയാ. decision you take. ശരിയാണ്. സോ അതാണ് ഞാൻ പറയും ക്ലയൻറ്റിൻ്റെ അടുത്ത്. ക്ലയൻറ്റ് ഓൾസോ അക്സെപ്റ്റ്. അത് നമ്മളും സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യും, ടൂൾ ചെയ്യും, ഡേറ്റ അനാലിസിസ് അതൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ ഓക്കെ ദേ ഡിസ്കസ്. നിറയെ ക്ലയൻറ്റ് ഇന്ന് വന്ന് ഒരുപാട് ക്ലയൻറ്റ് വന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും AI വന്നില്ലേ ഇന്ന്. അതായത് ഒരു കൊല്ലം എങ്ങനെ ഉണ്ടായിരുന്നു, ഗൂഗിളിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് ഒരു ക്യാപിറ്റൽ ഗെയിൻ കോമ്പുട്ടേഷൻ ഉണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഓഡിറ്റർ ഓഫീസ് വന്നിട്ട് ഓഡിറ്ററെ ക്വസ്റ്റ്യൻ ചെയ്യും ക്ലയൻറ്റ്, ഇങ്ങനെ ഗൂഗിളിൽ ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമ്മുടെ അടുത്ത് ക്രോസ് വെരിഫൈ ചെയ്യും. Correct. പക്ഷെ പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the situation or the background they would have not put. It is again artificial intelligence again works on generic statements. It is not specific. Historical data. ആ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയാണ്, ആ ഹ്യൂമൻ ഇന്റലിജൻസ് ആണ് ഉള്ളിൽ വരേണ്ടത്. സോ അങ്ങനെയാ പറയും നമ്മൾ. അല്ല, ഈ ഒരു വിധത്തിൽ ഇവർ ഈ ക്ലയൻസ് ആരുമാവട്ടെ അവർ ഈ ഗൂഗിൾ നോക്കിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് നമ്മളുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം അവരെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് കുറച്ച് ഈസിയാണ് അത്. പക്ഷേ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെട്രോ സിറ്റി എടുക്കുക, ഡൽഹി, ബോംബെ, കൽക്കട്ട, ബാംഗ്ലൂർ പോലത്തെ മെട്രോ സിറ്റിയിൽ ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ കോയമ്പത്തൂർ, പല്ലടം, തിരുപ്പൂർ അല്ലെങ്കിൽ നെയ്ബറിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള പാലക്കാട്, വളരെ ക്ലോസ് ടു കോയമ്പത്തൂർ, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരാണ്. ബിക്കോസ് അവർക്ക് ഈ വലിയ സിറ്റീസിലുള്ള ക്ലയൻറ്റിനെ മാനേജ് ചെയ്തിട്ടുള്ള എക്സ്പേർട്ടീസ് വളരെ കുറവായിരിക്കും. സാർ, നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യയിലാണ് സാർ. അപ്പോൾ എവറിബഡി ഹാസ് ആക്സസ് ടു ഇൻഫർമേഷൻ, എവറിബഡി ഹാസ് ആക്സസ് ടു ഡേറ്റ, എവറിത്തിങ് ഈസ് അവൈലബിൾ ഓൺ ദിയർ ഫോൺ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ട് റീജിയണൽ ലാംഗ്വേജിൽ കൂടി ഇൻപുട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഗൂഗിളിൽ. അപ്പോൾ ഇന്ന് വരുന്ന ക്ലയൻറ്റ്, ഞാൻ പറയുന്നത് ഇത് ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് നോക്കുന്നപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരളവുക്ക് സ്റ്റഡി ആയിട്ടാണ് വരുന്നുണ്ട്. അതൊക്കെ എന്താണ് ഏതാണ് സ്റ്റഡി ചെയ്തിട്ടാണ് അവർ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇവിടെ അവരുടെ അടുത്ത്. പക്ഷേ സം പീപ്പിൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ എന്തൊക്കെ സിസ്റ്റത്തിൽ വന്നിട്ട് ഒരു പെരിയ റിപ്പോർട്ടായിട്ടൊക്കെ അടിച്ച് തന്നാലും അവർ വന്നിട്ട് ആ ടേബിളിൽ വന്ന് നോക്കാന്നിട്ട് ആ പേപ്പറിൽ ഞങ്ങൾ അവർ പറയുന്നത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നാൽ തന്നെ ദേ അക്സെപ്റ്റ് ആൻഡ് ഗോ. അങ്ങനെ ആൾക്കാരുണ്ട് ഇന്നും. ഓൾ ഓൾഡ് പീപ്പിൾ, ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട്, സ്റ്റിൽ ദേ കണ്ടിന്യൂ ടു ബി ദെയർ. ബട്ട് എന്താന്ന് വെച്ചാൽ ദേ ട്രസ്റ്റ് അസ് അൾട്ടിമേറ്റ്ലി. സോ ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെ ചെയ്യാം സാർ, ഇങ്ങനെയാണ് ടാക്സ് വരും, ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാവും സാർ പറഞ്ഞു. ദേ ട്രസ്റ്റ് അസ്. സോ അത് ഉള്ളു വരെ കുഴപ്പമില്ലാവില്ല സാർ. ഈ സർവജിത്തിന് ഞാൻ പല ചാപ്റ്ററിലും വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഏതെങ്കിലുമൊക്കെ ഈവൻ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ സർവജിത്തിനെ അവിടെ കാണാറുണ്ട് ആസ് എ സ്പീക്കർ. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സിൽ സംസാരിക്കാനാണ് ജനറലി ഈ ചാപ്റ്റേഴ്സ് കൃഷ്ണനെ ഇൻവൈറ്റ് ചെയ്യുക? സാർ, എനിക്ക് എന്നെ വിളിക്കുന്നത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എനിത്തിങ് റെസ്പെക്ട് ടു കമ്പനി ലോ ഓർ ഫിനാൻഷ്യൽ ഫോർമാറ്റ്സ്, അങ്ങനെയൊക്കെ നമ്മളെ സംസാരിക്കാൻ വിളിക്കും സാർ. ഡെലോയിറ്റിൽ ഒരു 6 ഇയേഴ്സ് ഞാൻ കയറി. അപ്പോൾ നമ്മുടെ കോർ ഏരിയ വന്നിട്ട് ഓഡിറ്റ് ആയിരുന്നു. അപ്പോൾ ഓഡിറ്റ് കുറച്ച് IPO ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തിൽ IPO ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നത് വന്നിട്ട് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഒരു മീഡിയം സൈസ് ഫേമോ സ്മോൾ സൈസ് ഫേമോ ഇപ്പോൾ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് എക്സ്പീരിയൻസിൽ
ഞാൻ ഇൻകം ടാക്സ് ഫുള്ളായിട്ട് സെക്ഷനായിട്ട് നല്ല കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് ഫുള്ളി ടാക്സ് ഓഡിറ്റ് ആണ്, ഓർ കേസസ് ഉണ്ടാവും, അപ്പീൽ ഉണ്ടാവും, അങ്ങനെ ആ പ്രിപ്പറേഷൻ അപ്പോൾ സെക്ഷനൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ബിഗ് ഫോറിൽ കയറിയ സമയം ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. അപ്പോൾ എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു റീകലക്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെലോയിറ്റിൽ ടാക്സ് ഓഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലേൺ ചെയ്ത എക്സ്പീരിയൻസ് വന്നിട്ട് ടാക്സും ഇവിടെ ഓഡിറ്റ് ആയിരുന്നു. അപ്പോൾ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഓഡിറ്റിങ്ങിൽ വന്നിട്ട് റൈറ്റ് ഫ്രം മൈ ഇന്റർ ഡേയ്സ് എൻ്റെ സ്കോർ വന്നിട്ട് വാസ് കൺസിസ്റ്റൻ്റ്ലി 70-75+. അപ്പോൾ അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഇന്റർപ്രറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ക്രോസ് ഇന്റർപ്രിട്ടേഷൻ, ലൈക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വിത്ത് ടാക്സ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വിത്ത് കമ്പനീസ് ആക്ട്. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ ഐ ഗോട്ട് ലോട്ട് ഓഫ് ഇൻപുട്സ് ആൻഡ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഇൻ ദി ഓഡിറ്റ് ഓൾസോ ഇൻ ഡെലോയിറ്റ്. അപ്പോൾ അങ്ങനെ ഇത് സ്പെഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഞാൻ പ്രാക്ടീസ് വന്ന സമയത്ത് കോയമ്പത്തൂരിൽ പ്രാക്ടീസ് ഡെലോയിറ്റ് എന്ന് വന്ന ഞാനായിരുന്നു ആ സമയത്ത് കോവിഡ്. അപ്പോൾ അവരെന്ന് ഒരു പ്രാവശ്യം ബ്രാഞ്ചിൽ വിളിച്ചു, ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെ ഒരു സ്റ്റഡി സർക്കിൾ ചെയ്യാൻ പറ്റുമോ. പിന്നെ അങ്ങനെ ഓരോരോ ബ്രാഞ്ചായിട്ട് തിരുപ്പൂർ, ഈറോഡ്, പാലക്കാട്, അങ്ങനെ അടുത്തടുത്തുള്ള ബ്രാഞ്ചിൽ അങ്ങനെ സംസാരിച്ചപ്പോൾ എവരിബഡി ലൈക്ക് ദ സെഷൻ. നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് CA കഴിഞ്ഞ സമയത്ത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2 years ക്ലാസ്. അപ്പോൾ ആ സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ട് I was able to deliver things in a very, very easy way to them. So they liked my presentation. So they started calling. ഈസി ആയിട്ട് പറഞ്ഞു ഈസി ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ലൈവ് എക്സാമ്പിൾ ആയിട്ട് പറയും. ഞാൻ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്കിങ് ഇസ് ദാറ്റ് ഒരു സ്മോൾ ഫേം ആയോ ഒരു മീഡിയം ഫേം ആയോ ഡോക്യുമെന്റേഷൻ ശരിയില്ല അങ്ങനെയെന്ന്. പക്ഷെ ഫാക്ട് എന്താന്ന് വെച്ചാൽ their documentation is good, but the only thing is the way of documentation is the lack. സോ അങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നപ്പോൾ അപ്പോൾ മെമ്പേഴ്സ് എന്താ പറയൂ, ഓ കറക്റ്റ് സാർ അങ്ങനെ ചെയ്യാം. സോ അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഡെലിവറിങ് മോർ ഓൺ ഹൗ ടു ഡു ദിസ് ആൻഡ് ദെൻ എവരിബഡി കോൾഡ് മീ. ഈ എംപ്ലോയ്മെന്റ് എന്ന് പ്രാക്ടീസിലേക്ക് വരാനുള്ള പ്രചോദനം എന്തായിരുന്നു? പെട്ടെന്ന് എങ്ങനെയാണ് അത് അങ്ങനെ തീരുമാനിച്ചു മാറിയത്? സാർ എൻ്റെ ഒരു ലോങ് ടൈം ആഗ്രഹമായിരുന്നു പ്രാക്ടീസ് വരണം. പക്ഷേ ഐ ഹാഡ് എൻ ഇൻട്രസ്റ്റ് ബിക്കോസ് ഐ ഫീൽ ഐ എം മോർ ഓഫ് എ സോഷ്യൽ പേഴ്സൺ. അപ്പോൾ സോഷ്യൽ പേഴ്സൺ ആയാൽ നിങ്ങൾ കുറച്ച് യു ഹാവ് ടു ഹാവ് യുവർ ഓൺ ഫ്രീ ടൈം ഫോർ ഓൾ ദീസ് തിങ്സ്. എംപ്ലോയ്മെന്റിൽ ഇരുന്നെങ്കിൽ നിങ്ങൾ എവിടെയും പോകാൻ പറ്റില്ല. സാറ്റർഡേവും നിങ്ങൾ വർക്ക് ചെയ്യുന്ന. ഇപ്പോൾ ഡെലോയിറ്റിൽ ഇരുന്ന സമയത്ത് ഞാൻ കോയമ്പത്തൂർ 2 മാസത്തേക്ക് ഒരു പ്രാവശ്യമേ വരുള്ളൂ. വി വർ ട്രാവലിംഗ് ഓൾ പ്ലേസസ് ഫോർ ഓഡിറ്റ്സ് ആൻഡ് ഓൾ. സോ ദെൻ ഐ ഡിസൈഡഡ് ടു ജോയിൻ. ഐ സ്റ്റാർട്ടഡ് പ്ലാൻ ഓഫ് സ്റ്റാർട്ടിങ് മൈ ഓൺ പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ ആ സമയത്ത് കോവിഡ് വന്നു. അപ്പോൾ എൻ്റെ ഫേമിൻ്റെ പാർട്ട്ണർ വേറെ ഡിഡ് ആർട്ടിക്കൽസ്. ഹി സെഡ് വൈ ഡോണ്ട് യു ജോയിൻ ദ ഫേം അഗെയിൻ ബാക്ക്. സോ അങ്ങനെ പ്രാക്ടീസ് കയറി. ദെൻ ഐ ഹാവ് മൈ ഓൺ സെറ്റപ്പ്. ഐ ചേഞ്ച് ദ ഫേം ബിക്കോസ് ഫേമിൽ കുറച്ച് ട്രഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് മോഡേൺ പ്രാക്ടീസ് ആയിട്ട് കുറച്ച് ചേഞ്ചിങ് ഓൾ ദോസ് തിങ്സ് ആയിട്ട് അങ്ങനെയാണ് പ്രാക്ടീസിന് വന്നു. യു ഡിസൈഡ് സംതിങ്, ഗാഡ് ഡിസൈഡ് സംതിങ് എൽസ്. സോ ഇറ്റ് വെൻറ്റ് ഓൺ. ഐ നോ വെ റിപ്പൺ ഫോർ ദ ഡിസിഷൻ. ഈ പ്രൊഫഷണൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 2 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ കൃഷ്ണൻ ഇമ്പാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് CA അറ്റംപ്റ്റ് ചെയ്യും, പരീക്ഷ എഴുതും, പാസ്സാവുന്ന ഒരാൾക്കാർ, ഫെയിലാവുന്ന ആൾക്കാർ, വീണ്ടും വീണ്ടും എഴുതും. ചിലർ സക്സസ്ഫുൾ ആവും, ചിലർ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫെയിലാവുന്ന കുട്ടികൾക്ക് എന്ത് അഡ്വൈസാണ് സർജിത് കൃഷ്ണൻ കൊടുക്കുക? ഒരുപാട് സ്റ്റുഡൻസ് വരും സാർ എൻ്റെ അടുത്ത്, സാർ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ CA ക്വിറ്റ് ചെയ്യാം അങ്ങനെ തന്നെ പറയും. ഐ ജസ്റ്റ് ടെൽ ദം വൺ ലൈൻ, വൺ ഫെയിലിയർ ഡസൻറ്റ് മീൻ യു ഹവ് ലോസ്റ്റ്. പിന്നെ ഞാൻ ഇന്നൊന്നും പറയും അവരുടെ അടുത്ത്. എൻ്റെ അടുത്ത് മറ്റേ ഇവിടെ ഗുരുകൃപ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കോസ്റ്റിംഗ് സാർ ഉണ്ടായിരുന്നു, സരവണ പ്രസാദ് സാർ. സാർ എൻ്റെ അടുത്ത് പറയും, ഞാനൊന്നും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ചെയ്തിട്ടില്ല. എൻ്റെ CPT ഞാൻ 3rd അറ്റംപ്റ്റിലാണ് പാസ് ചെയ്തത്. ഇന്റർ 3rd അറ്റംപ്റ്റാണ് പാസ് ചെയ്തത്. ഫൈനൽ ഞാൻ 9th അറ്റംപ്റ്റിലാണ് പാസ് ചെയ്തത്. അപ്പം നമ്മൾ ഒരുപാട് അറ്റംപ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ അറ്റംപ്റ്റും ഞാൻ ഫെയിലായ സമയത്ത് ഇറ്റ് യൂസ് ടു ബി എ ലേർണിംഗ് ഫോർ മീ. ഒരുപാട് ലേർണിംഗ് ഉണ്ടാവും. എന്താണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ശരിക്കും ചെയ്യുക. ഇപ്പോൾ CPT ഞാൻ ഫസ്റ്റ് ടൈം ഫെയിലായപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ എക്സാം എഴുതിയപ്പോൾ ഞാൻ ഇതൊക്കെ പാസ്സാവും അങ്ങനെ ഒരു ഗർവം ഉണ്ടായിരുന്നു. ആ ഗർവം അങ്ങനെ തകർന്നു. ആൻഡ് നിറയെ സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് പറയും, സാർ ഫാമിലി സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എന്താ ചെയ്യാൻ, ഞാൻ ഫെയിൽ ആയതുകൊണ്ട്. സിറ്റ് ബാക്ക്, സ്റ്റഡി ആൻഡ് അനലൈസ്, എവിടെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, പേപ്പർ മേടിച്ചോളൂ, കറക്ഷൻ എവിടെയാണ്. കുറച്ച് സ്റ്റുഡൻസ് വരും നമ്മുടെ അടുത്ത് ആൻസർ ഷീറ്റൊക്കെ എടുത്തുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയും ഇങ്ങനെ ചേഞ്ച് ചെയ്യണം, ഇങ്ങനെ നിറയെ ഒരു ആൾക്കാർ പാസ്സായിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഐ മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ്. ബിക്കോസ്
CA is not meant to be failed. It is meant to be achieved. If you're determined to be a Correct. CA, if you're born to be a CA, you are a chartered accountant. പക്ഷേ ആ CA പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഇസ് എ റോജാപ്പൂ ബെഡ്, ദാറ്റ് ഇസ് ബെഡ് ഓഫ് റോസസ്. അങ്ങനെയാണ് അത്. ഇപ്പോൾ ഈ സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്യുന്നത് ഒരു ഭാഗത്ത്, പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷൻ വേറൊരു ഭാഗത്ത്. അപ്പോൾ ഈ സ്റ്റുഡൻസിനുമായിട്ടുള്ള ഇങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അവരെ മെൻറ്റർഷിപ്പ്, ഇത് പ്രൊഫഷനിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്? സാർ ഞാൻ ഇപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ഒരുപാട് സ്റ്റുഡൻസ് വരും നമ്മുടെ ഓഫീസിലൊക്കെ ജോയിൻ ചെയ്യാൻ വരും. അപ്പോൾ ഞാൻ വന്നപ്പോൾ സ്റ്റുഡൻസ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, സാർ ഞാൻ കണ്ടിട്ടുണ്ട്, സാർ വന്നിട്ട് ആ കോളേജിൽ അഡ്രസ്സ് ചെയ്തപ്പോൾ ഞാൻ വൺ ഓഫ് ദി പാർട്ടിസിപ്പൻസ് ആയിരുന്നു, സാറിൻ്റെ മോട്ടിവേഷൻ ആയിരുന്നു അത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഐ വാസ് ഏബിൾ ടു ഇമ്പാക്ട് വൺ സ്റ്റുഡൻറ്റ് ആൻഡ് ദാറ്റ് സ്റ്റുഡൻറ്റ് കംസ് ആൻഡ് ജോയിൻസ് മീ. സോ അത് പ്രൊഫഷണലി വന്നിട്ട് ഇറ്റ്സ് നോട്ട് ദറ്റ് ദേ കം ബിക്കോസ് ഐ സ്റ്റുഡ് ദർ ഓർ സംതിങ്, ബട്ട് ഐ എം ഹാപ്പി. ദേ ദെംസെൽഫ് ഡു നോട്ട് നോ. വൺസ് ദേ എൻ്റർ മൈ ഓഫീസ്, എൻ്റെ ഓഫീസ് വന്നതിന് ശേഷം എൻ്റെ റൂം ക്യാബിൻ നിന്ന് വരുന്ന സമയത്ത് തന്നെ അവരെ പറയും, സാർ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ എനിക്ക് അറിയില്ല സാർ, വന്നപ്പോൾ നിങ്ങളുണ്ടായിരുന്നു സാർ, നിങ്ങൾ അന്ന് വന്ന് ഇവിടെ സംസാരിച്ചു അല്ലേ സാർ, അപ്പോൾ ഞാൻ അവിടെ പാർട്ടിസിപ്പൻസ് ആയിരുന്നു സാർ ഞാൻ, അപ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ ആണെന്ന് നിറയെ എടുത്തുകൊണ്ട് പോയി സാർ ഞാൻ. അങ്ങനെ അവർ പറയും. പിന്നെ അവർ വന്നിട്ട് നിറയെ സ്റ്റുഡൻസ് വന്നിട്ട് എൻ്റെ ക്ലാസ്സോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് ബ്രാഞ്ചിൽ സ്റ്റുഡൻസ് പ്രോഗ്രാം ഒക്കെ പോകും. അപ്പോൾ അവിടെ പോയപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വന്ന്, സാർ ഞാൻ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാർ. നമ്മളെ അറിയില്ല, എന്താണെന്ന് വെച്ചാൽ ആ സമയം കോവിഡ് ബാച്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഓൾ ഓവർ ഇന്ത്യ ഓൺലൈനിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയമാണ് എനിക്കൊരു ആക്സിഡൻറ്റും പറ്റി. ആ ബാച്ച് എടുക്കുന്ന അപ്പോൾ അവർ വന്നിട്ട് പറയും, സാർ ഞാൻ നിങ്ങളുടെ ആക്സിഡൻറ്റ് ബാച്ചാണ് സാർ, അങ്ങനെയൊക്കെ പറയാം നമ്മൾ. സോ യു റീച്ച് ഔട്ട് ടു സോ മെനി പീപ്പിൾ ആൻഡ് ദാറ്റ്സ് ഇമ്പാക്റ്റഡ്. ആൻഡ് ഇത് സംതിങ് വിച്ച് ഐ ഓൾവേസ് ബീൻ ഹാപ്പി. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട്, ബിക്കോസ് ഈ ബാച്ചൊക്കെ ഇപ്പോൾ തന്നെ ആ ഫൈനൽ എഴുതി, അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ച് പറയും, സാർ ഞാൻ പാസ്സായി സാർ, ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇടും, സാർ ഐ വാസ് എ ഓൾഡ് സ്റ്റുഡൻറ്റ്, ഐ പാസ്. സോ ഐ എം ഹാപ്പി ദാറ്റ് പ്രൊഫഷണലി എന്ന് വെച്ചാലും ഐ എം ഗിവിംഗ് സംതിങ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഐ എം ആഡിങ് ടു ദ മോർ members. The strength of my institute is my members, and I have to give something to the institute, increase its members base, because now ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്ട്രോങ് റെപ്രസെന്റേഷൻ വേണമല്ലോ. മോർ ദ മെമ്പേഴ്സ് ഇറ്റ്സ് ബെറ്റർ ദി റെപ്രസെന്റേഷൻ. അതാണ് ഒരു ബിഗ് ഔട്ട്കം ഓഫ് ദിസ് പെർട്ടിക്കുലർ മെന്റർഷിപ്പ് പ്രോഗ്രാം കേട്ടിട്ടുണ്ട്. ഈ ICA കമ്മിറ്റിയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് മെമ്പർ ആണല്ലോ, എസ്പെഷ്യലി ഒരു ലാസ്റ്റ് 2-3 വർഷമായിട്ട്. അപ്പോൾ ഈ കമ്മിറ്റി മെമ്പറിന് ഒരു ഹാറ്റ് ഉണ്ട്, പിന്നെ അത് പ്രാക്ടീഷണറുടെ ഒരു ഹാറ്റ് ഉണ്ട്. ലീഡർഷിപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ 2 ഹാറ്റും വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് സർവജിത്ത് എൻജോയ് ചെയ്യുന്നത്? ഇപ്പോൾ സർവജിത്ത് കമ്മിറ്റി മെമ്പറായിട്ടും ആക്റ്റീവ് ആണല്ലോ, കമ്മിറ്റിയിലും ഉണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി ലീഡർഷിപ്പിനും പ്രൊഫഷണൽ ലീഡർഷിപ്പിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സർ, പ്രൊഫഷണൽ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻറ്റ് ഉണ്ടാവും, എൻ്റെ ഓഫീസിൽ ടീം ഉണ്ടാവും. അപ്പോൾ ആ ടീമിൻ്റെയും എൻ്റെ ക്ലയൻറ്റിൻ്റെയും ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ബിൽഡ് ചെയ്യേണ്ടത് അവിടെ. സോ ഞാൻ അവിടെ നോക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വോയിസ് ആണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രൈമറി ഡ്യൂട്ടി ഈ ഓഫീസിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ലീഡർഷിപ്പിൽ. ഇപ്പോൾ കമ്മിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഏത് കമ്മിറ്റിയിലുണ്ടോ ആ സ്ഥലത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഐ ഹാവ് ടു ടേക്ക് അപ്പ് ഞാൻ ആ മെമ്പേഴ്സിനൊക്കെ ഞാനൊരു റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലോ ഐ ഷുഡ് ബി ഞാനാണ് അവരുടെ ഒരു ആൻസർ ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ, ഒരുപാട് അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ. പക്ഷേ അറ്റ് ദി എൻഡ് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഞാൻ വന്നിട്ട് ഇത്ര മെമ്പേഴ്സിൻ്റെ വോയിസ് ആയിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഞാൻ ഇത്ര മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ലൈക്ക് ഐ എം ഗിവിങ് സംതിങ് ബാക്ക്. അങ്ങനെയാണ് ഒരു സന്തോഷം ഉണ്ടാവും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഞാൻ ഓഫീസിൽ ഇങ്ങനെ പോവും. ഇപ്പോൾ അടുത്ത കൊല്ലം ഞാൻ ബ്രാഞ്ചിൽ ചെയർമാൻ ആവും. എൻ്റെ ജീവിതത്തിൽ 10ാം ക്ലാസ് വരെ ഞാൻ വന്നിട്ട് CA ആകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ ഇല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എൻ്റെ അടുത്ത് CA പഠിക്കണം. ഞാൻ അവരുടെ അടുത്തൊക്കെ പറയും ഞാൻ, അയ്യോ അത് ഒരുപാട് അറ്റംപ്റ്റ് ആവൂടാ, അത് പാസ്സേ ആവില്ല, അത്ര ഒരു കഷ്ടമാണ് എക്സാം ആണെന്ന് ഞാൻ പറയും. പക്ഷേ ആ 11th സ്റ്റാൻഡേർഡ് എടുത്തപ്പോൾ എൻ്റെ ടീച്ചർ അക്കൗണ്ട്സിൽ ആ ജേർണൽ ഫസ്റ്റ് ലെസണാണ് അക്കൗണ്ട്സിൽ, അതെനിക്ക് when she thought
അതിനുശേഷം ആ ലെഡ്ജർ ഇട്ടിട്ട് ആ ബാലൻസ് ക്യാരി ഡൗൺ നമ്പർ ഇടുന്ന സമയത്ത് എനിക്ക് വന്ന നമ്പറും ആ ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നത് മുമ്പിൽ എനിക്ക് ആ നമ്പർ വന്നു, അത് ടാലി ആയപ്പോ അവിടെയാണ് ആ അക്കൗണ്ടന്റ് ഒരു സ്പാർക്ക് കിട്ടി. Correct, correct. പിന്നെ അതിനുശേഷം ഈ നമ്മൾ CPT ഫൗണ്ടേഷൻ ഇൻട്രാ എക്സ്പീരിയൻസ് ആണ്, ലൈഫിൽ ഒരുപാട് ലെസൺസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛൻ പോയപ്പോൾ അച്ഛൻ്റെ ബിസിനസ് ഒക്കെ കുറേ ദിവസം ഞാൻ അച്ഛൻ്റെ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ CA അങ്ങനെ പാസ്സായപ്പോൾ ആ പ്രൊഫഷൻ എനിക്ക് തന്നില്ലേ സർ. അത് വന്ന് എന്നും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് എൻ്റെ പേരിൻ്റെ മുന്നിലുള്ള ആ CA എന്ന് പറയുന്ന ഈ 2 എഴുത്താണ് എന്നെ ആരാണെന്ന് പറയുന്ന ഈ സൊസൈറ്റിയിൽ ആ അപ്ലിഫ്റ്റ്മെന്റ് വരുന്നുണ്ടല്ലേ സർ. അത് വന്നിട്ട് ഒരു ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് റെസ്പെക്ട് ഈ കമ്മ്യൂണിറ്റിയിലും ശരി ഈ സൊസൈറ്റിയിലും ശരി സർ. അപ്പോൾ ഇത്ര തന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മൾ ഏതെങ്കിലും തിരുപ്പി ചെയ്യണ്ടേ? അതന്നെയാ ഈ കമ്മിറ്റി റെസ്പോൺസിബിലിറ്റി. അതൊക്കെ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ സൈഡ് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ അതൊക്കെ കണ്ടായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചെയ്യും നമ്മൾ. അതാണ് plan. കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളും കൂടിയാണ് സർവജിത് കൃഷ്ണൻ. ഞാനിങ്ങനെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളിപ്പിച്ചതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് കുറച്ച് പറയാം. സർ അത് എൻ്റെ മുത്തച്ഛൻ വന്നിട്ട് വാദ്യാരാണ്. അപ്പോൾ ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ. പക്ഷെ എനിക്ക് വന്നിട്ട് തത്വമസി അയ്യപ്പൻ്റെ മേലെ എനിക്കൊരു വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യപ്പൻ എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ ഈ CA എക്സാമിൽ ഓരോ പ്രാവശ്യവും ഫെയിലാകുന്ന സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് കരയില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് കരയില്ല, എല്ലായിട്ട് പോയിട്ട് ഒരു റൂമിൽ പോയി കരയും. അയ്യോ ഇങ്ങനെ ആയി. ആ സമയം ആ ഹരിവരാസനം എന്ന് കേൾക്കും. KJ യേശുദാസിന്റെ ഹരിവരാസനത്തിൽ ആ ലാസ്റ്റ് ലൈൻ ഉണ്ട്, ശ്രുതജനപ്രിയം സിന്ധിതപ്രദം ശ്രുതി വിഭൂഷണം സാധുജീവനം ശ്രുതി മനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ആ ലാസ്റ്റ് ലൈൻ, ആ ഗീതലാലസം, ആ വാക്ക് കേൾക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ഫ്രഷ് എനർജി എനിക്ക് കിട്ടും. അതാണ് എന്നെ അടുത്ത അറ്റംപ്റ്റിന് പ്രിപ്പയർ ചെയ്യും. ഒരു വിഷയം എനിക്ക് എന്നും ഉറപ്പുണ്ടായിരുന്നു, അയ്യപ്പൻ എനിക്ക് കഷ്ടം തന്നാലും ഒരു ദിവസം ഇത് ഹി വാണ്ടഡ് ടു മേക്ക് മീ ഫീൽ ഇറ്റ്. കറക്റ്റ്. നത്തിങ് ജീവിതത്തിൽ എതും വന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കെട്ടില്ല. പക്ഷെ ആ കെട്ടുന്ന സമയത്ത് എടുത്തോളൂ, എന്താ വേണ്ടല്ലോ എടുത്തോളൂ. അങ്ങനെയാണ് അയ്യപ്പൻ എൻ്റെ ജീവിതം. പ്ലഷർ നമുക്ക് എന്താണെന്ന് അറിയണ്ടെങ്കിൽ ഒരുപാട് പെയിനും നമ്മൾ ഈ പെയിൻ അനുഭവിക്കണം. അതാണ് അതിന്റെ കണക്ഷൻ. നമ്മൾ ഓരോരോ ആ കാനനപാത കൂടെ കയറുന്ന സമയത്ത്, ഓരോരോ മല കൂടെ കയറുന്ന സമയത്ത് നമുക്ക് തോന്നും അയ്യോ അടുത്ത പ്രാവശ്യം ഞാൻ ഇതിലില്ല, ഞാൻ പമ്പ വഴി കൂടി കയറുന്നു പറഞ്ഞു. പക്ഷെ അവിടെ പോയി ആ സ്വാമിയുടെ മുഖത്തെ ഒരു നിമിഷം ഞങ്ങളെ കണ്ടപ്പോൾ ദിസ് പെയിൻ ഗോസ് ഓഫ്. അങ്ങനെയാണ് ഈ CA. നമ്മൾ ഫെയിലിയർ അടിച്ച് ആ CA കെട്ടുന്ന സമയത്ത് കിടക്കുന്ന ഒരു ജോയ് ഉണ്ടല്ലേ സർ. അടുത്ത് ഞാൻ 1-2 ഫൺ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോണേ. ഞാൻ എൻ്റെ മൊബൈൽ എടുത്തോട്ടെ. ഈ 9 പ്രാവശ്യം CA എഴുതിയിട്ടാണ് പാസ്സായത്. 9 പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ CAയുടെ ഒരു ജേണി. ഇപ്പോൾ സർവജിത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഈ CAയുടെ കരിക്കുലത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സർവജിത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്? ഇപ്പോൾ നോക്കിയാൽ CA കരിക്കുലത്തിൽ ഒരുപാട് ചേഞ്ച് വന്നു. ഇപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വന്നു കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് കേസ് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്ത 5 കൊല്ലത്തിൽ നോക്കിയാൽ ABCD ആണ് ഞാൻ പറയും. ABCD എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ CA കരിക്കുലത്തിൽ ഇതൊക്കെ ITT ട്രെയിനിങ്ങിലൊക്കെ ഇപ്പോൾ ഇൻകൽക്കേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഒക്കെ വരണം. എന്താ വെച്ചാൽ ഇതൊക്കെ ഇനി ഈ പ്രൊഫഷന് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇതന്നെ പ്രൊഫഷനെ കൊണ്ടുപോയില്ല, ഇത് നമ്മുടെ പ്രൊഫഷനിൽ അടുത്ത ലെവൽ നമ്മുടെ പ്രൊഫഷനെ കൊണ്ടുപോകാൻ ഇതൊക്കെ നമ്മൾ സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് പോകും. അപ്പൊ ഇത് 4ഉം ഉൾപ്പെടുത്തണമെന്നാണ് ഉൾപ്പെടുത്തിയവർ സിലബസിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അതൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരുപാട് സമയവും എനർജിയും ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട്. കൊണ്ടുവരും. ഇപ്പൊ ഞാൻ തന്നെ ഒരു 9 കൊല്ലമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പം അതിന് നല്ല മാറ്റങ്ങൾ നമ്മളിപ്പോൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പിന്നെ ഞങ്ങളത് ഓഫീഷ്യലി നോക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ വളരെ വളരെ
ERP ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത്, അതിലൊക്കെ ഏതെങ്കിലും കോഡ് വേണം, അതിൽ നിന്ന് ഞങ്ങൾ ഏതെങ്കിലും ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ആർട്ടിക്കിൾസ് ഒക്കെ പൈത്തോൺ എന്നൊക്കെ കോഡിങ് ചെയ്യുന്നുണ്ട്. ഇന്ന് ChatGPT ആയോട്ടെ, ക്ലോഡ് ആയോട്ടെ, പെർപ്ലക്സിറ്റി ആയോട്ടെ, അവർ ഞങ്ങളൊക്കെ മൈക്രോ ബുക്ക്, മാക്രോസ്, VB അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ച കാലത്ത്. ഇന്ന് പൈത്തോൺ കോഡിങ് ദേ ആർ കമ്മിങ് ഫ്രം അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഇവർ പൈത്തോൺ കോഡിങ് ഒക്കെ GPT യൂസ് ചെയ്ത് എടുത്ത് അതെങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറിൽ ഇട്ടെടുത്ത്, ഇതൊക്കെ ഞങ്ങൾ ഈ ചേഞ്ചസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കൊണ്ടുപോകും ഇൻസ്റ്റിറ്റ്യൂട്ട് സൂൺ. അത് ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസിന്റെ ആ കപ്പാസിറ്റി എവിടെയോ പോകും. ഓക്കെ, അടുത്തത് ഈ പുതിയതായിട്ട് പ്രൊഫഷനിലേക്ക് വരുന്ന ആൾക്കാർ അവർ കുറച്ച് അൺസെക്യൂർഡ് ആയിരിക്കും. അതായത് ഫ്യൂച്ചറിൽ എനിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു CA സർവജിത്തിൻ്റെ മുമ്പിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ, ഒരു 10 മിനിറ്റ് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സർവജിത്ത് കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? ഞാൻ ഒന്ന് പറയൂ സർ. CI, ദർ ഇസ് നത്തിങ് കോൾഡ് അൺസെക്യൂരിറ്റി. യു ആർ സെക്യൂർഡ്. നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആയി കഴിഞ്ഞു. എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അടുത്തുള്ള സ്കോപ്പ് ഒരുപാടാണ്. ഇന്ന് വന്നിട്ട് CA, അതായത് നമ്മൾ മറ്റേ രത്തൻ ടാറ്റ പറഞ്ഞിട്ടുണ്ട്, I need MBAs to run business, but CAs to teach them how to run the business എന്ന് രത്തൻ ടാറ്റ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സ്കോപ്പ്. അപ്പോൾ എംപ്ലോയ്മെൻ്റ് ആയോട്ടെ, അല്ലെങ്കിൽ പ്രാക്ടീസ് ആയോട്ടെ, അവരിന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്, എവിടെയോ പോകുന്നുണ്ട് സ്റ്റാർട്ടപ്പിൽ. ഈ സബ്ജക്റ്റിൽ പഠിക്കുന്ന ഈ നോളജ് അവർ ഒരു ഓൺട്രപ്രണറായിട്ട് എങ്ങനെ ചെയ്യാവോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഇസ് നെവർ അൺസെക്യൂർഡ് ഫോർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് സെക്യൂർഡ്. ഞാൻ ഒന്ന് പറയുള്ളൂ, നിന്റെ മേളിൽ നീ വിശ്വാസം വെച്ചാൽ മതി. നിന്റെ ഫ്യൂച്ചർ ഇസ് ടേക്കൻ കെയർ ഓഫ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഓൾ ദ വേ. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് കുറച്ച് പേരും പുകഴും എന്തെങ്കിലും ഒരു ടൈറ്റിൽസും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ എന്തെങ്കിലും ഈ CA പ്രൊഫഷണൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ CA ആയതിനു ശേഷം നേടിയെടുത്തതായിട്ട് സർവജിത്തിന് തോന്നുന്നുണ്ടോ? പേരും പുകഴും ടൈറ്റിലും അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ CA പ്രൊഫഷൻ പഠിപ്പിച്ചത് എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. ഒരുപാട് വിഷയങ്ങൾ പഠിച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാമിൽ ഫെയിലാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അടുത്ത് ഇരുന്ന സ്റ്റുഡൻറ്റ്, നമ്മുടെ ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട് പാസ്സായിട്ട് പോകും. അപ്പോൾ നമ്മൾ ആ പാസ് വന്നിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് അങ്ങനെ നമ്മൾ സൂപ്പർ അങ്ങനെയെന്ന് പറഞ്ഞാൽ അവനെ നമ്മുടെ ഫെയിലിയർ നമ്മൾ മറക്കും. അപ്പോൾ ഇന്ന് വന്നിട്ട് നോക്കിയാ ഇന്നത്തെ കുട്ടികളൊക്കെ ഞാൻ നോക്കാം, അവൻ പാസ്സായി ഞാൻ പാസ്സായില്ല, അവൻ എന്നോടെന്ന് പറഞ്ഞാൽ അവനക്ക് ഞാനാണ് ഈ സമ്മ് പറഞ്ഞേ തന്നത് അത്, പക്ഷെ അവൻ പാസ്സായി. അങ്ങനെ ഒരില്ലാതെ ഓക്കെ ഗുഡ് അക്സെപ്റ്റൻസ് ടു ഫെയിലിയർ. അതാണ് ഒരു പെരിയ ലെസൺ CA തന്നത്. പിന്നെ ഓരോരോ സമയം ഫെയിലായപ്പോൾ ആ റെസിലിയൻസ്, കംബാക്ക്, അതാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പഠിച്ചത് ഇത് എവിടെയാണ് എനിക്ക് പ്രാക്ടിക്കൽ ആ പോസ്റ്റ് പ്രൊഫഷണൽ എനിക്ക് അപ്ലൈ ആയെങ്കിൽ വെച്ചത്, എനിക്കൊരു വളരെ പെരിയ ആക്സിഡൻ്റ് ഒന്നും ആയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡോക്ടർ പറഞ്ഞു 5 months ബെഡ് റെസ്റ്റ്, അതിനുശേഷം 2 months യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ എന്നാണ് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നമ്മൾ അറ്റംപ്റ്റ് അടിച്ച് ഫെയിലായി വന്നത്. സോ ആ ട്രൈയിങ് ഉണ്ടായിരുന്നു. സോ ഐ സെഡ് 1 മാസത്തിന് ഡോക്ടർ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങി. ഐ ട്രൈഡ്. സോ അങ്ങനെയാണ് ദാറ്റ് ബിൽഡ് അപ്പ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ യു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറയും, ഡോക്ടർ ഞാൻ CA 9 അറ്റംപ്റ്റാണ് ഫെയിലായിട്ട് 9th അറ്റംപ്റ്റാണ് പാസ്സായത്. അപ്പോൾ ഫെയിലിയറിന് ഒരുപാട് ഉണ്ടായിരുന്നു. അതിന് ഐ ഓവർകം ഇറ്റ് വിത്ത് one other thing. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തോളെ. ഡോക്ടർ പറയും ഡോണ്ട് സ്ട്രെയിൻ യുവർ സെൽഫ് ടു മച്ച്. പക്ഷെ ഐ സെഡ് ഐ വിൽ ട്രൈ. If I am not able to, self-confidence, that is what it develops. So ഇതാണ് ഒരു വളരെ ബിഗ് ലെസൺ വിച്ച് CA taught me. It's self-confidence, how to handle people, എങ്ങനെയാ സംസാരിക്കേണ്ടത്, how to meet people, how to get along. ഇതൊക്കെയാണ് CA ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. കൃഷ്ണൻ ഒരു പകുതി കേരളീയനും പകുതി തമിഴ്നാട്ടുകാരനാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ ജനിച്ചത് വളർന്നത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ബോൺ
brought up and spoiled at Coimbatore completely. ഓക്കെ. പക്ഷേ എൻ്റെ അമ്മ വന്നിട്ട് പാലക്കാടാണ്, അച്ഛൻ വന്നിട്ട് കോയമ്പത്തൂരാണ് ജനിച്ചതൊക്കെ. പക്ഷെ എൻ്റെ മുത്തശ്ശൻ ഫാമിലി ബേസ് ഒക്കെ പാലക്കാട്, പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം ആ സൈഡാണ്. അപ്പോൾ കേരള ആയിട്ട് ഒരുപാട് ടച്ച് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോയമ്പത്തൂർ എന്ന് വെച്ചാൽ അവിടെ നിന്ന് കേരള ജസ്റ്റ് 25 കിലോമീറ്റേഴ്സ്. അപ്പോൾ ആ ബോർഡറിന്റെ ഇമ്പാക്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ മലയാളം ആൻഡ് തമിഴ്, മലയാളം വന്നിട്ട് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സിനിമ ഒക്കെ നോക്കും, മലയാള സിനിമ ഒക്കെ. അപ്പൊ അങ്ങനെ ഓക്കെ. 2-3 കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഒന്ന്, ഈ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ലീഡർഷിപ്പും പ്രൊഫഷണൽ ആയിട്ടുള്ള ലീഡർഷിപ്പും, പിന്നെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കുറച്ചിപ്പോൾ ഒരു 4 ലൈൻ പാട്ട് പാടിയത്. സോ ഇങ്ങനെയൊക്കെ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ സർവീസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടേക്ക് ചെന്നൈയിലേക്ക് വന്ന്, കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഈ ഒരു എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോൾ അവർക്ക് സർവ്വജിത്തിൻ്റെ ജീവിതത്തിൽ സർവ്വജിത്തുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർക്കും അതൊരു പ്രചോദനമാവും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കാമെന്ന് തന്നെ ഞാനിപ്പോൾ പറയാം. സോ ഇവിടെ എത്തിയതിന് വീണ്ടും ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും. എനിക്കും ഓപ്പർച്യൂണിറ്റി തന്ന് ഇവിടെ വിളിച്ചതിന് നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.